യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി. സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. അതവിടെ കഴിഞ്ഞു ചന്ദ്രേട്ടാ. ഇനി അതിന്റെ പേരിൽ ഒരു ചോദ്യം പറച്ചിലൊന്നും വേണ്ട. എന്ന് നീയാണോ തീരുമാനിക്കുന്നത്? അവൻ എന്നെ ഫോണിൽ വിളിച്ച് എന്തെല്ലാം അനാവശ്യം പറഞ്ഞെന്ന് നിനക്കറിയോ? അറിയാം, ആയിക്കോട്ടെ. അതിനെന്താ ചന്ദ്രേട്ടാ, അവൻ നമ്മുടെ ശത്രു ഒന്നും അല്ലല്ലോ, അനുജനല്ലേ. ദേ, എനിക്ക് വേണ്ടി ചന്ദ്രേട്ടനോട് ഇപ്പൊ സംസാരിച്ച ഈ മൈഥിലി, ഇവൾ ആരാ? ഈ പറഞ്ഞ അജയന്റെ സ്വന്തം ഭാര്യയല്ലേ? അവൾ എന്താ പറഞ്ഞത്? അവൾ എവിടെയാ നിക്കുന്നേ? ആ വിവേകമെങ്കിലും നമ്മള് കാണിക്കണ്ടേ? അതിന് ഞാൻ ചോദിക്കാൻ പോകുന്നതേ ഇവളോടല്ലോ, അവനോടല്ലേ. നിനക്കറിയോ, അവൻ എന്നെ വെല്ലുവിളിച്ചിരിക്കുക. പറഞ്ഞാ മനസ്സിലാവുന്നവനാ നീയെന്നാ ഇതുവരെ അമ്മ വിചാരിച്ചത്. നീയും എന്നെ ധിക്കരിക്കുകയാണോടാ? ഓ, അപ്പൊ ഞാൻ മാത്രം എല്ലാം സഹിക്കണോ അല്ലേ? അമ്മ മാത്രമല്ലല്ലോ, ഈ വീട്ടിൽ എല്ലാരും എന്നെ അനുസരിപ്പിക്കുകയല്ലേ. അനുസരണ നല്ലതിന്റെ പേര് അടിമത്വം. നാണം കെട്ട അടിമത്വം. സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ടമ്മേ. ഇതാര്? മാണിക്യമംഗലത്തെ അച്ചിക്കോന്തൻ ചന്ദ്രദാസ്. അജയ, കേറി പോടാത്ത. ഓ, എന്നെ കേട്ടുവിട്ടിട്ട് ഇവിടെ എന്താ പരിപാടി? ഓ, നിങ്ങളുടെ ചന്ദ്രമോനെ രാജാവായിട്ട് വാഴിക്കാൻ പോവാ? ഓ, ചന്ദ്രൻ മഹാരാജാവെന്ന് വെച്ചാ നമ്മുടെ മണിത്തങ്ങളുടെ ഭർത്താവ് ഉദ്യോഗസ്ഥനാണല്ലോ. യോ, ഞാനത് ഓർത്തില്ല. അജയ, ചന്ദ്രേട്ടാ, കുടിച്ച് വെളിവില്ലാതെ എന്തെങ്കിലും പറഞ്ഞോട്ടെ, മിണ്ടാൻ പോവണ്ട. എന്താ മിസ്റ്റർ ഉമ്മണി തങ്ക ഒരു ഉപദേശം? ഭർത്താവിന് 56ാമത്തെ അടവ് പറഞ്ഞു കൊടുക്കാണോ? അതെ, മാണിക്യമംഗലത്തിന്റെ മാനം കളയാനുണ്ടായ മിസ്റ്റർ ചന്ദ്രദാസ്, നിങ്ങൾ എന്താ വിചാരിച്ചേ? ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തി മുങ്ങി നടക്കുന്ന ഒരു ഭീരുവാണി അജയനെന്നോ? അജയ, മതി, നിർത്ത്, കേറി പോടാ. അയ്യോ, ഓ സോ കാവേരി മേഡോ, അടിയൻ കണ്ടില്ലായിരുന്നു കേട്ടോ. എല്ലാരും ഉണ്ടല്ലോ. എന്തുവാ എനിക്കെതിരെ ഇയാൾക്ക് ഐക്യം പ്രഖ്യാപിക്കാൻ ഇറങ്ങിയതാ? ഓ, എന്റെ പതിവ്രത രത്നം മിസ്സസ് മൈഥിലി അജയഘോഷം ഉണ്ടോ? ആയിക്കോട്ടെ, എല്ലാവരും ഒരുമിച്ചങ്ങ് നിന്നോ. അജയനൊറ്റയ്ക്ക് മതി. എന്റെ രോമത്തിൽ തൊടാൻ തന്റെ ഇടമുള്ള ഒറ്റയൊരുത്തന് ഈ ഭൂമിയിലില്ല. ഇന്നല്ലേ ഞാൻ ജനിച്ചു വളർന്ന ഈ മാണിക്യമംഗലത്ത്. പെണ്ണും പിള്ളമാരെ കയറടിച്ച് വിട്ടിട്ട് കട്ടന് പിന്നിൽ ഒളിച്ചിരുന്ന് കളി കാണുന്നവരോട് എനിക്ക് പരമപുച്ഛവാ, പരമപുച്ഛം. പെങ്ങളൊരുത്തിയുടെ കല്യാണം മാനം മര്യാദയ്ക്ക് നടത്താൻ ഒരു ഫോണൊന്നും എടുത്തതേ ഉള്ളൂ. ഫോണിൽ തൊട്ടുപോയി എന്നും പറഞ്ഞ് ഇവിടെ കിടന്ന് ചിലർ എന്തോ ചന്ദ്രഹാസമായിരുന്നു. അപ്പോ ഞാൻ കുറച്ച് ചരിത്രവും ഭൂമിശാസ്ത്രവും അങ്ങ് പറഞ്ഞു കൊടുത്തു. അപ്പതേ നാക്കുമില്ല മൂക്കുമില്ല. അത്രേ ഉള്ളൂ. ഇവിടെ എല്ലാവരും അത്രേ ഉള്ളൂ. എനിക്ക് കൂട്ടിന് ആണൊരുത്തനുണ്ട്. ഈ വീട്ടില് എന്റെ ഏട്ടൻ
മാണിക്യമംഗലത്ത് വിശ്വനാഥൻ വരും. എന്റെ ഏട്ടൻ വരും. എന്താ നിങ്ങൾ ഈ കാണിക്കുന്നത്? എന്താടാ കണ്ടിട്ട് മനസ്സിലായില്ലേ? ഇവന്മാര് തീവ്രവാദികളാണോന്ന് ആർക്കറിയാം? ആണോടാ, നീക്ക് തീവ്രവാദിയാണോ? എന്താ നിങ്ങൾക്ക് എന്താ വേണ്ട? മനുഷ്യനെ മര്യാദക്ക് വഴിയടക്കാൻ സമ്മതിക്കില്ലേ? ആ ഫോണിൽ കാണാ, നോക്കട്ടെ നിന്റെ ഡീറ്റെയിൽസ്. പരിശോധിക്കാൻ നിങ്ങളാര്? പോലീസാ? നീക്ക പോലീസിന് മാത്രം കൊടുക്കുന്നുള്ളൂ. ഹരി കൈ കിട്ടോടാ. താങ്ക് യു മിഥുൻ. ആരാ ഹരി അവര്? അറിയില്ല, വല്ല പിടിച്ചുപറിക്കാരോ മറ്റോ. അല്ല ഹരി എന്താ ഇവിടെ? അത് പിന്നെ ആദി, ഇത് മിഥുൻ, ഫ്രണ്ടാ. ഹലോ ആദിശങ്കർ. മിഥുൻ. പറഞ്ഞ മിഥുൻ ആദിശങ്കറിനെ അറിയും. KRK അനന്ത സാറിന്റെ അനുജനാ. ഓ ഗ്രേറ്റ്. ഞാൻ KRK ഗ്രൂപ്പിന്റെ ഒരു പഴയ സ്റ്റാഫാണ്. ഓ, ആദിശങ്കറിനെ പറ്റി ആദിശേഷൻ സാറ് ഒരുപാട് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അമേരിക്കയിലായിരുന്നു അല്ലേ? ആ അതെ. ലീവിന് വന്നാണോ? എടോ താൻ വന്നേ, ഒരു കാര്യം സംസാരിക്കാനുണ്ട്. ആ വാ. എന്തായാലും ഈ കാര്യത്തിൽ ഇത്രയും റിസ്ക് എടുത്ത നിങ്ങളെ ഞാൻ ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യുന്നു. സത്യം പറഞ്ഞ എന്നെ ഞെട്ടിച്ചത് ജെന്നയുടെ മാറ്റമാണ്. കോളേജിൽ പഠിക്കുമ്പോൾ അവൾ എത്ര സൈലന്റ് ആയ ഒരു കുട്ടിയായിരുന്നെന്ന് അറിയൂ. പാഠപുസ്തകവും അച്ഛനും അല്ലാതെ അവൾക്കൊരു ലോകം ഉണ്ടായിരുന്നില്ല. കാലത്ത് അച്ഛൻ്റെ ചേരക് സ്കൂട്ടിൽ വരും, വൈകിട്ട് അതിൽ തന്നെ തിരിച്ചു പോകും. ഞങ്ങൾ ഫ്രണ്ട്സ് ആയിരുന്നെന്നൊക്കെ ഉള്ള സത്യമാണ്. പക്ഷേ ഫ്രണ്ട്ഷിപ്പിന് പോലും ഒരുപാട് പരിമിതികളുണ്ടായിരുന്നു. പഠിക്കാൻ വേണ്ടി മാത്രം ജനിച്ചവളായിരുന്നു അവൾ. കോളേജിൽ പലരും തമാശ പറയുന്നത് കേട്ടിട്ടുണ്ട്. അവൾ ജീവിക്കുന്നത് അവളുടെ ടൈം ടേബിളിലല്ല, അവളുടെ അച്ഛൻ്റെ ടൈം ടേബിളിലായിരുന്നു. പറഞ്ഞു തീർന്നില്ല, ജന്നെ വിളിക്കുന്നത്. ആ ഞാനിവിടെ ഒന്നും പറയണ്ട. എന്ന് പറഞ്ഞാല് പറ ജനനി. ഒന്നുമില്ല, ഹരിയൊന്ന് വിളിക്കണമെന്ന് തോന്നി. അതിന് നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ട് അരമണിക്കൂറിലായുള്ളൂ. എന്താ ബുദ്ധിമുട്ടായോ? ഹേയ്, എന്ത് ബുദ്ധിമുട്ട്, താൻ പറ. ജെന്നി, ഞാൻ ഒരാളുടെ കൈ ഫോൺ കൊടുക്കാം. ആരാ ഹരി? താൻ സംസാരിച്ചു നോക്ക്. സംസാരിക്കടോ. ഹലോ ജനനി. മിഥുൻ. ആഹാ, എങ്ങനെ മനസ്സിലായി ഞാനാണെന്ന്? മനസ്സിലായി. അത്ഭുതമായിരിക്കണല്ലോ. എന്തത്ഭുതം? ഈ ജന്മം മറക്കില്ലല്ലോ ഞാൻ ഈ ശബ്ദം. താങ്ക് യു ജനനി. വെൽക്കം. ഒന്ന് ഫോൺ ഹരിയുടെ കൊടുക്കൂ.
ആടോ പറ. മിഥുൻ വന്നത് ഹരിയെ സഹായിക്കാനാ? മാണിക്യമംഗലത്തെ അജയ് ഘോഷ് ഗുണ്ടയാ. വിശ്വനാഥൻ മുതലാളിക്ക് അവൻ അനുജനല്ല, അംഗരക്ഷകനാ. ഇതൊക്കെ നാട്ടുകാർ മാത്രമല്ല പറയുന്നേ, നമ്മുടെ പെറ്റമ്മ പോലും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതൊക്കെ കേൾക്കുന്നത് എനിക്കൊരു ഹരമായിരുന്നു, അഭിമാനമായിരുന്നു. കാരണം ഞാൻ എൻ്റെ അനുജന്മാരെ വളർത്തിയെടുത്തതേ ഒന്നിനും കൊള്ളാത്ത മോഴകളായിട്ടല്ല, നല്ല ഊശുരുള്ള ആമ്പിളാരായിട്ടാ. പക്ഷേ അടിയോ അഭ്യാസമൊക്കെ അങ്ങ് പുറത്ത്, നാട്ടുകാരുടെ നെഞ്ചത്ത് മതി, ഇവിടെ വേണ്ട. ഈ ഭൂമിയിൽ പണം, അധികാരം, സൗന്ദര്യം, പ്രശസ്തി ഇതൊന്നും ഒരു ഘടകമേ അല്ല. എടാ, ഇതൊന്നും ഇല്ലെങ്കിലും നമുക്ക് രക്ഷപ്പെടാം. പക്ഷേ ഗുരുത്വമില്ലാത്തവൻ ഒരു കാലത്തും ഗുണം പിടിക്കില്ല. മാണിക്യമംഗലത്തെ വിശ്വനാഥന്റെ അനുജന്മാര് ഗുരുത്വദോഷികളാണെന്ന് ആലപ്പുഴക്കാരെ കൊണ്ട് പറയിക്കലടാ. ഏട്ടനറിയോ, ഇവൻ ഈ ഹരി എന്നെ തല്ലാൻ വന്നു. എന്താ നോക്കി നിൽക്കുന്നേ? ഏട്ടനെന്താ ഇവനെ തല്ലാത്തത്? ഞാനിവന്റെ ഏട്ടനല്ലേ, എന്നിട്ട് എന്നെ തല്ലാൻ വന്നാ അത് തെറ്റല്ലേ? എന്താ ഒന്നും മിണ്ടാത്ത? അവന്റെ കാര്യം എനിക്കറിയില്ല. മാണിക്യമംഗലത്തെ ഹരിയുടെ കാര്യം ഇപ്പൊ നിയന്ത്രിക്കുന്നത് മാണിക്യമംഗലത്ത് വിശ്വനാഥനല്ല, വരിക്കോരിൽ സേതുമാധവന്റെ മകൾ ജനനി തമ്പുരാട്ടിയാ. നീ ചെന്ന് അവളോട് പറ, അവനെ ഗുരുത്വം പഠിപ്പിക്കുന്നതും നന്നാക്കുന്നതും ഒക്കെ ജനനിയുടെ ഉത്തരവാദിത്വം. ഒരു കാര്യം ഞാൻ എല്ലാവരോടായിട്ട് പറയാം. ഒരു കല്യാണം നടക്കാൻ പോകുന്ന വീടായത്. ഇല്ലാത്ത കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കി അത് കലക്കാനാണ് ആരുടെങ്കിലും പദ്ധതിയെങ്കിൽ അനുവദിച്ചു തരില്ല ഞാൻ. ഓരോരോ കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കിയിട്ട് സഹോദരങ്ങളെ തമ്മിൽ അടുപ്പിക്കുക. അമ്മേ, അമ്മേ, വല്യളിനെ ഇവിടെ തന്നെ കാണും, അല്ലാണ്ട് എവിടെ പോവാനാ? വാടാ. ആഹാ, ഇതിപ്പോ എല്ലാരും ഉണ്ടല്ലോ. വാടാ, വന്നിരിക്കടാ. ഇവിടെ എന്താ വല്ല സമ്മേളനം നടക്കാൻ പോവാണോ? ഏതായാലും ഞങ്ങള് വന്നത് കൃത്യസമയത്താ. മറ്റത് നിങ്ങളെ കാണണമെങ്കിൽ ഓരോരുത്തരെ വിളിച്ചു വരുത്തണം. ഇനിയിപ്പോ അത് വേണ്ടല്ലോ. അതെന്താ കൊച്ചു മുതലാളി ഒന്നും മിണ്ടാതെ പോയത്? എന്താ കമലാക്ഷിമേ പെട്ടെന്നൊരു വരവ്? അത് ഞാൻ പറയാൻ വല്യളിയാ. അമ്മക്കേ പള്ളിയറക്കാവിലെ ഒരു നേർച്ച ഉണ്ടായിരുന്നു. ആതിരക്കുട്ടിയും എന്നെ കൂടെ കൂട്ടിയേ മാഘമാസത്തിലെ പൗർണമി നാളില് അവിടെ കൊണ്ടുപോയി തൊഴിയിച്ച് ആദ്യ പ്രദക്ഷിണം നടത്തി ഒരു പാൽപായസ വഴിപാട് നടത്താന്ന്. അമ്മക്ക് ഒരു അബദ്ധം പറ്റി. അല്ലെങ്കിൽ വേണ്ട, അമ്മ എന്നെ പറ. ഓ, ഒന്നും പറയണ്ട എന്റെ വല്യണ്ണ. മാഘമാസ പൗർണമി ഇന്നാണെന്നുള്ള കാര്യം ഞാൻ അങ്ങ് മറന്നു അണ്ണാ. ഇപ്പൊ ഓർത്തെടുത്തപ്പോ ദാ നേരെത്ര ആവുകയും ചെയ്തു. അതാ മുന്നറിയിപ്പില്ലാതെ ഓടി പിടിച്ച് ഇങ്ങോട്ട് പോകുന്നത്. അതിനെന്താ, നല്ല കാര്യമല്ലേ? ആതിരെ വിളിച്ചോണ്ട് പോയിക്കോ. ഞാൻ പോകുന്നില്ല. അതെന്താ മോളെ പോയാ?
നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി കമലാക്ഷൻ നേർന്ന നേർച്ചയല്ലേ, അത് നിങ്ങൾ ചെന്ന് വേണ്ടേ നടത്തി കൊടുക്കാൻ. അവളുടെ ഒടുക്കത്തെ കളിയായിരിക്കും. ഹരിയാളിന്റെ ഭാര്യയാണെന്ന് ഞാൻ നോക്കിയൊന്നുമില്ല. പിടിച്ച് കൊഞ്ചച്ചാറിട്ട് കളയും ഞാൻ. എന്തിനാടാ? എന്നിട്ട് വേണം ആ അച്ചാർ നിന്നിട്ട് നാട്ടുകാർക്ക് ഛർദി ഒഴിച്ചിലുണ്ടാവാൻ. നീ നിന്റെ പണി നോക്കട ചക്ക. അല്ല പിന്നെ തല അടുക്കുന്തോറും എനിക്ക് ആദ്യം കയറുക ജനനി. ചുമ്മാ ഓരോന്ന് പറഞ്ഞ് ഈ പെണ്ണിനെയും കൂടി പേടിപ്പിക്കാതെ ചേച്ചി. ഒന്നും സംഭവിക്കില്ല, ധൈര്യമായിട്ടിരിക്കേ. ബി പോസിറ്റീവ്. ആ പോസിറ്റീവ് ഒക്കെ തന്നെയാ. പക്ഷെ നമ്മൾ ആ സ്കൂളിന്റെ അടുത്തേക്ക് നേരെ അങ്ങ് ചെല്ലണ്ട. കുറച്ചപ്പുറം നിർത്തിയിട്ട് ഒന്ന് പരിസരമൊക്കെ നോക്കിയിട്ട് മതി. അത്രേ ഉള്ളൂ. ഏട്ടത്തൊന്നും മിണ്ടാതിരിക്കും. രമേശ് നായർ പറഞ്ഞോ. സാർ, ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തിട്ട് 1 മണിക്കൂർ കഴിഞ്ഞു. ആദിശങ്കരൻ ഇതിൽ വന്നിട്ടില്ല. വന്നിട്ടില്ലെന്നോ? താൻ എന്താ രമേശേ പറയുന്നത്? അവൻ കുറച്ചു മുമ്പ് എന്നെ വിളിച്ചായിരുന്നല്ലോ. താൻ എയർപോർട്ടിലോട്ട് ചെല്ലാത്തോണ്ട് അവൻ അവന്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിലോട്ടാ പോണേന്ന് പറഞ്ഞു. ഞാൻ എത്തിയില്ലെന്നോ? ആ, ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നതിന് 1/2 മണിക്കൂർ മുമ്പ് തന്നെ ഞാൻ ഇവിടെ അറൈവൽ ഗേറ്റിന്റെ മുമ്പിൽ തന്നെ ഉണ്ടായിരുന്നു. ആദിശങ്കരൻ ആ ഫ്ലൈറ്റിൽ വന്നിട്ടില്ല സാർ, എനിക്ക് ഉറപ്പാ. പിന്നെ അവൻ എവിടെ പോയി? എയർപോർട്ടിന്റെ ഉള്ളിൽ കൊണ്ട് ഞാൻ അവനെ ആക്കിയിട്ടാണല്ലോ പോന്നത്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ആദിക്ക് ആ ഫ്ലൈറ്റ് മിസ്സായി. ഇനി രാത്രി 11 മണിക്കുള്ള സർവീസ് കൂടി ചെക്ക് ചെയ്തിട്ട് വിളിക്കാം സാർ. ശരി ശരി. പിന്നെ എന്തെങ്കിലും വിവരം കിട്ടിയ ഉടനെ എന്നെ വിളിക്കണേ. ശരി സാർ. കുഞ്ഞളിയാ, എന്താടാ? ഈ വണ്ടിയെ സർവീസ് ചെയ്യാനുള്ള സമയമായി. സ്പീഡ് തീരെ പോരാട്ടോ. ഇവന്റെ അച്ഛനെ പുതിയൊരു വണ്ടി ബുക്ക് ചെയ്യാൻ പോവാ. കേട്ടോ കുഞ്ഞണ്ണ, ഒരു മുട്ടക്കാട്ടൻ കാറ്. അല്ലേടാ? പിന്നെ അല്ലാതാ. പിന്നെ അവിടെ ചെല്ലുമ്പോ ഏർപ്പാടുകളൊക്കെ ഓക്കെ ആണല്ലോ അല്ലേ? അതെന്ത് വർത്താനാ കുഞ്ഞണ്ണ? എല്ലാം ഞാൻ ആ പാമ്പൂർ മഠം തിരുമേനിയെ വിളിച്ച് ഏർപ്പാടാക്കിയതല്ലേ. പാമ്പൂർ മഠം എന്ന് വെച്ചാ ആരാ? പൂജ ചെയ്ത് ദൈവങ്ങളെ പോലും ആവാഹിച്ച് വരുത്തുന്ന ദിവ്യനാ, ദിവ്യൻ. ഓ, കുഞ്ഞണ്ണൻ ആരോടും പറയില്ലെങ്കിൽ ഞാനൊരു രഹസ്യം പറയാം. ഇന്നാൾ ഇവന്റെ തലക്കുറി കാണിക്കാൻ വേണ്ടി ഞാൻ അവിടെ പോയപ്പോ ഒരു നല്ല അമ്പോറ്റിയെ പോലൊരു പയ്യൻ അവിടെ നിന്ന് വിളക്ക് കത്തിക്കുന്നു. സൂക്ഷിച്ചു നോക്കിയപ്പോ ഞാൻ ഞെട്ടിപ്പോയി. അയ്യോ, എന്തോ പറ്റി? ചെക്കന്റെ കാല് നിലത്ത് മുട്ടിയിട്ടില്ലെന്നേ. എന്തോന്നു? ആ നേരാ. ഓ, പിന്നെയല്ലേ എനിക്ക് കാര്യം പിടികിട്ടിയത്. അത് വെറും പയ്യനല്ല, ചാത്തനാ, സാക്ഷാൽ കുട്ടിച്ചാത്തൻ. പൂജോരുക്കം മാത്രമല്ല, പാമ്പൂരിലത്തെ അടുക്കളയിലും പാടത്തും തൊഴുത്തിലും പറമ്പിലും എല്ലാം പണിയാളന്മാരെ ഈ ചാത്തന്മാരെന്നാ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അതിനു വേണ്ടിയേ 5-6 പേരെ തിരുമേനി മെരുക്കി കൂട്ടത്തിൽ നിർത്തിയിട്ടുണ്ടെന്നാ അവിടത്തെ നാട്ടുകാര് രഹസ്യം പറയുന്നത്. കുഴപ്പാവോ? ഏയ്, കുഞ്ഞെണ്ണം പേടിക്കണ്ട. മനുഷ്യന്മാരെക്കാ ഡീസന്റാ ചാത്തന്മാര്. അവന്മാര് ചുമ്മാ ആർക്കിട്ടും പാര വെക്കത്തില്ല. മനുഷ്യന്മാരാണല്ലോ
അസൂയ തോന്നിക്കഴിഞ്ഞ കൂടപ്പിറപ്പിന് വരെ പാര വെക്കുന്നത്. ഇന്നിവിടെ പ്രിയ സുഹൃത്ത് സുനീഷ് കുമാറും പ്രതിശ്രുത വധു ആതിരയുമായുള്ള വിവാഹത്തിന് മുന്നോടിയായിട്ടുള്ള അമ്മ കോതാറ കോളനിയിലെ ഝാൻസി റാണി കമലാക്ഷി അമ്മയുടെ വഴിപാടായ ഈ പ്രത്യേക പൂജ അരങ്ങേറുകയാണ്. നിങ്ങൾ ഇന്ന് വരെ കാണാത്ത ആ കാഴ്ചയിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങളുടെ സ്വന്തം നീരജ് പരുത്തിക്കാരൻ. അളിയ എന്നാ പ്രകടന ഇത്, സൂപ്പർ. വാ വാ വാ. വാ വാ. അളിയ വാ, അളിയ എല്ലാരും വാ. വാ. എന്റെ വിളിച്ചിട്ട് കിട്ടിയോ? ഇല്ല, ഔട്ട് ഓഫ് റേഞ്ച്. ഈശ്വര, ഇനി എന്ത് ചെയ്യും? എന്റെ ആതിരക്കുട്ടിയെ മുത്തേ പെട്ടെന്ന് വാ. ഇവന് ഞാനിന്ന് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അഭിനയിക്കടി. ആ ചേട്ടന് സംശയം തോന്നി തീർന്നു. ഓ പിന്നെ കൊല്ലുന്നെങ്കി അങ്ങ് കൊല്ലട്ടെ. ഇങ്ങനെ ഇഞ്ചിഞ്ചായി മരിക്കുന്നതിലും ഭേദം അതാ. വാ പോകാം. വിശ്വട്ടാ, ആ ആറന്മുള പോയി പാചകക്കാരുടെ സെറ്റപ്പൊക്കെ കണ്ടിട്ട് നീ എന്താ ഒന്നും പറയാത്തെ? മണ്ഡപം കൊണ്ട് കാണിച്ചിട്ടും നീ ഒന്നും മിണ്ടില്ല. നിനക്കെന്താടാ ഇപ്പോഴും എന്തോ ഒരു ഇഷ്ടക്കേട് ബാക്കിയുണ്ടല്ലോ? ഏയ് അങ്ങനൊന്നുമില്ല ഏട്ടാ. അത് വെറുതെ. നിന്റെ ഓരോ ചെറു ചലനങ്ങൾ പോലും എനിക്ക് മനപ്പാടവാ. എന്റെ കൂടപ്പിറപ്പുകളിൽ നിന്റെ മുഖമാ ഏട്ടൻ ആദ്യം കണ്ടത്. തറവാട്ടിലെ തെക്കേച്ചായ്പ മുറിയില് നമ്മുടെ അമ്മ പ്രസവിച്ച് കിടക്കുമ്പോ കണ്ണു തുറക്കാതെ കൈകാലുകൾ ഇട്ടടിച്ച് കരയുന്ന ഒരു ചോരക്കുഞ്ഞ് ആദ്യം കണ്ടപ്പോ ഭയങ്കര പകയ തോന്നിയ എന്റെ സ്ഥാനം തട്ടിയെടുക്കാൻ വന്ന നികൃഷ്ട ജീവി. അമ്മയുടെ ഓരം പറ്റിയുള്ള നിന്റെ ആ കിടപ്പ് എനിക്ക് ഒട്ടും രസിച്ചില്ല. അവസരം കിട്ടിയിരുന്നെങ്കിലേ കഴുത്ത് ഞെരിച്ച് നിന്നെ കൊല്ലാനും ഞാൻ മടിക്കില്ലായിരുന്നു. പിന്നെ ഞാൻ എപ്പോഴോ നിന്നെ സ്നേഹിച്ചു തുടങ്ങിയടാ. എനിക്ക് ആരൊക്കെ ഉണ്ടെന്ന് ഞാൻ ആദ്യമായിട്ട് തിരിച്ചറിയുന്നത് നീ വന്ന ശേഷമായിരുന്നു എന്നുള്ളതാണ് സത്യം. പിന്നെ നമുക്ക് 3 കൂടപ്പിറപ്പുകൾ കൂടെ കിട്ടിയപ്പോ അവരെ സ്വീകരിച്ചത് നമ്മൾ ഒരുമിച്ച, അവരെ സ്നേഹിച്ചതും നമ്മൾ ഒരുമിച്ച, തെക്കിനിപ്പുരയിൽ അവരുടെ മുഖം കണ്ടതും നമ്മൾ ഒരുമിച്ചായിരുന്നു. അന്ന് ഇന്നത്തെ പോലെ പെണ്ണിനെ പ്രസവിക്കാൻ 5 സ്റ്റാർ ആശുപത്രിയൊന്നുമില്ല. പ്രസവാന്ന് ഇന്നത്തെ പോലെ ഒരു രോഗമായിരുന്നില്ല. അടുക്കള പണിക്കടയില് പെണ്ണുങ്ങള് വീടിന്റെ ഏതെങ്കിലും കോണിൽ പോയിരുന്ന് സുഖപ്രസവം നടത്തും. വൈറ്റാട്ടി വന്നാലായി, ഇല്ലെങ്കിലായി. ഞാറ് പറിച്ചോണ്ടിരിക്കുന്നതിനിടയ്ക്ക് വരമ്പത്ത് കയറി കിടന്ന് പ്രസവിച്ച പെണ്ണുങ്ങൾ വരെ ഈ കുട്ടനാട്ടിലുണ്ട്. അതൊക്കെ ഒരു കാലം. അല്ല, ഇതൊക്കെ എന്തിനാ ഏട്ടാ ഇപ്പൊ എന്നോട് പറയുന്നേ? എന്താടാ നിനക്ക് മുഷിഞ്ഞോ? ഏയ്, ഞാൻ പറയുന്നത് കേൾക്കാൻ പോലും നിനക്കിപ്പോ താല്പര്യം ഇല്ലാതായല്ലേ? പണ്ടൊക്കെ ഏട്ടൻ പറയുന്ന കഥകൾ കേൾക്കാതെ ഒറ്റ രാത്രി പോലും നീ ഉറങ്ങിയിട്ടില്ല. അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു നിനക്കെന്നെ. നീയാ ഇന്ന് ഏട്ടന്റെ പേര് കേൾക്കുന്നത് പോലും ഇഷ്ടമില്ലാത്ത അവസ്ഥയിലായിരുന്നു. അയ്യോ ഏട്ടാ എന്തൊക്കെയാ പറയുന്നേ? ഞാൻ അങ്ങനൊന്നും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല ഏട്ടാ. എടാ, ഇനി അഥവാ വിചാരിച്ചാൽ തന്നെ നിന്നെ തെറ്റു പറയാൻ പറ്റില്ല. സ്നേഹം പുറത്തു കാണിക്കാൻ അറിയാത്തത് കൊണ്ട്, ഏട്ടനെ നീ തെറ്റിദ്ധരിക്കുന്നത് കൊണ്ട് നിന്നെ കുറ്റം പറയാൻ പറ്റില്ല. നീ മാത്രമല്ല, എന്റെ ഭാര്യയും മക്കളും പോലും എന്നെ ഒരു ക്രൂരനായിട്ടാ കാണുന്നേ. ഈ അടുത്ത കാലം വരെ എന്നെ ഒരു അല്പമെങ്കിലും മനസ്സിലാക്കിയിരുന്നത് നമ്മുടെ അമ്മയാ. ഇപ്പോ അമ്മയും കുറച്ച് മനമാറ്റത്തില്ല. ആ ജനനിയും ഹരിയും കൂടെ ഇല്ലാത്തതൊക്കെ പറഞ്ഞ് എല്ലാരെയും എനിക്കെതിരാക്കുക. ശരിക്കും പറഞ്ഞ ഏട്ടനൊരു പാവോടാ. കാശുണ്ടാക്കാൻ മാത്രം അറിയാവുന്നവൻ, ജീവിക്കാൻ മാത്രം അറിയാത്തവൻ. എടാ, ഇപ്പൊ ഏട്ടനൊരു ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, ആതിരയുടെ കല്യാണം. അത് നാടറിയുന്ന രീതിയിൽ ഭംഗിയായിട്ട് നടത്തണം. ഏട്ടന് നടത്തിപ്പ് മാത്രമേ ഉള്ളൂ. അത് എങ്ങനെ വേണം, എന്ത് വേണം, ആരെയൊക്കെ വിളിക്കണം, എല്ലാം നിങ്ങളുടെ ഉത്തരവാദിത്വം. അതുകൊണ്ടാ മണ്ഡപം ഉൾപ്പെടെ എല്ലാം ഞാൻ ആളാം പ്രതി നിങ്ങളെ നേരിട്ട് വിളിച്ചുകൊണ്ടുപോയി കാണിക്കുന്നത്. നാളെ ആരുടെ ഭാഗത്തുനിന്നും ഒരു പരാതി പോലും വരാൻ പാടില്ല. വിശ്വേട്ടൻ ഏകാധിപത്യം കാണിച്ചു എന്ന് ഉള്ളിന്റെ ഉള്ളിൽ പോലും ആർക്കും തോന്നാൻ ഇടയാവരുത്. അങ്ങനെയൊന്നും ആരും പറയില്ല ഏട്ടാ. നീ പറയില്ലായിരിക്കും,
പക്ഷേ അങ്ങനെ പറയുന്നവരുണ്ട്. അതുകൊണ്ടാ എല്ലാം നമ്പർ 1 തന്നെ ഏട്ടൻ തിരഞ്ഞെടുക്കുന്നത്. ഓഡിറ്റോറിയം വേമ്പനാട്ടുകാരുടേത്. ഞാൻ ജീവിച്ചിരിക്കുമ്പോ നിങ്ങളൊക്കെ സുഖമായിട്ട് കഴിയുന്നത് കാണണമെന്നാ എന്റെ ആഗ്രഹം. പക്ഷേ നിങ്ങൾക്കൊക്കെ വിശ്വനെ തെറ്റിദ്ധാരണ. കാണാനൊരു ഇത്തിരി സൗന്ദര്യക്കുറവുണ്ടെങ്കിലും ആ ആദിശങ്കരനെ പോലെ ചതിയനല്ല സുനീഷ് കുമാർ. അവൻ ആദരിയെന്ന് പറഞ്ഞ ജീവനാ. നമ്മൾ സ്നേഹിക്കേണ്ടത് നമ്മളെ സ്നേഹിക്കുന്നവരെ, അല്ലാതെ നമ്മൾ സ്നേഹിക്കുന്നവരെ അല്ല എന്ന് ഏതൊരു സിനിമയിൽ മോഹൻലാൽ പറഞ്ഞത് വെറുതെ അല്ല. സ്വന്തം പെങ്ങള് രാജകുമാരിയായി ജീവിക്കണം എന്ന് ആഗ്രഹിക്കാത്ത ഏതെങ്കിലും ആംഗളമാരുണ്ടോ ഈ ഭൂമിയിൽ? എന്നാ കുറ്റം പറയുന്നവർക്ക് വേണമെങ്കിൽ പറയാം അവൻ കോളനിക്കാരനാണെന്ന്. അതിപ്പോ കല്യാണം കഴിയുന്നതോടെ അവനെ നമ്മളിങ്ങനെ ദത്തെടുത്താ പോരെ? അല്ലെങ്കിൽ ടൗണിൽ അവനും അവക്കും കൂടാൻ വേണ്ടി നമ്മളൊരു വീടങ്ങ് പണിഞ്ഞു കൊടുത്താ പോരെ? അല്ല, നമ്മളതിനെ വീട് പണിഞ്ഞു കൊടുക്കുന്നേ. വേണ്ടി വന്നാ ജയപാലം പണിഞ്ഞു കൊടുക്കത്തില്ലേ, ഒരു അടിപൊളി കൊട്ടാരം. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും നിങ്ങളാരും എന്താ ഒന്നും മിണ്ടാത്തെ? ചന്ദ്ര, ഇനിയും നിനക്ക് ഈ ഏട്ടന് സംശയമാണോടാ? നമ്മുടെ ഒറ്റ പെങ്ങൾക്ക് ദോഷം വരുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ ചെയ്യൂടാ? എല്ലാം ഏട്ടൻ നിശ്ചയിച്ച പോലെ തന്നെ നടക്കട്ടെ. ഞാൻ പറഞ്ഞല്ലോ, ഞാനായിട്ട് ഒരു കുഴപ്പത്തിനും വരത്തില്ല. മോളെ നന്ദിതേ, കഴിഞ്ഞതൊന്നും നീ മനസ്സിൽ വെച്ചോണ്ട് നടക്കരുത്. അജയൻ നമ്പർ 1 വിവരം കെട്ടവനാണെന്ന് നിനക്കും എനിക്കും അറിയാവുന്ന. പലപ്പോഴും അവനെ നിയന്ത്രിക്കാൻ എനിക്ക് പോലും പറ്റാറില്ല. അവന് വേണ്ടി ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുക. സംഭവിക്കാൻ പാടില്ലാത്ത സംഭവിച്ചത്. അവനോട് ഈ ജന്മം നീ ക്ഷമിക്കണമെന്ന് ഞാൻ പറയില്ല. പക്ഷേ ഈ കല്യാണം വരെ നീ അതൊക്കെ ഒന്ന് മറക്കണം. ഒരുപാട് കഷ്ടപ്പെട്ട ഞാൻ ഇതൊക്കെ ഇവിടെ വരെ കൊണ്ടെത്തിച്ചത്. നിനക്കും അറിയാവുന്നതല്ലേ? എങ്ങനെങ്കിലും ഞാനിതൊന്ന് നടത്തിക്കോട്ടെ. അമ്മയോട് കേൾക്കാൻ പറയാ, ഈ കല്യാണം ഇപ്പൊ നടന്നില്ലെങ്കിൽ ചിലപ്പോ ആയുഷ്കാലം അവള് കന്യകയായിട്ട് ഇവിടെ തന്നെ നിന്നുപോകും. വിശ്വ, അമ്മ നിലവിളിക്കണ്ട. ഞാനൊരു സത്യം പറഞ്ഞ അമ്മേ, വിവാഹ നിശ്ചയം വരെ എത്തിയിട്ട് ഒരു ബന്ധം തകർന്ന പെണ്ണിന് വേറൊരു നല്ല കല്യാണാലോചന വരുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? അതും പ്രേമിച്ച് നാറ്റിയ ബന്ധം. കാര്യം ചിലപ്പോ അവള് നിരപരാധിയായിരിക്കും, കേരളക്കാരുടെ ചതിയിൽ പെട്ടുപോയതും ആയിരിക്കാം. പക്ഷേ നാട്ടുകാർക്ക് അതൊന്നും അറിയേണ്ട കാര്യമില്ല. കള്ളക്കഥകൾ പറഞ്ഞുണ്ടാക്കാൻ അവർക്ക് ഇതൊക്കെ തന്നെ ധാരാളമല്ലേ? അതാ പറഞ്ഞത്, ഈ കല്യാണം എങ്ങനെങ്കിലും നടക്കേണ്ടത് നമ്മുടെ പൊതു ആവശ്യമാണ്. എല്ലാവരുടെ ഒരേ മനസ്സോടെ നിന്ന് ദയവ് ചെയ്ത് ഈ കല്യാണം ഒന്ന് നടത്തി തരണം. നീ എനിക്ക് വാക്ക് തരണം, നീ എന്റെ കൂടെ നിൽക്കുമെന്ന്. കഴിഞ്ഞതൊക്കെ നമ്മുടെ പെങ്ങൾക്ക് വേണ്ടി നീ മറക്കുമെന്ന്. ഈ കുടുംബത്തിന് വേണ്ടി ഇത്രയും നാൾ നിന്റെ ചേട്ടൻ ചെയ്തതൊക്കെ നന്മ മാത്രമായിരുന്നു എന്ന് നിനക്ക് ഉറപ്പുണ്ടെന്ന് വാക്കേടാ. തരാൻ ചന്ദ്ര, ഹരി, ദേ നമ്മുടെ കാറ് കിടക്കുന്നു. നിർത്ത നിർത്ത. എന്തിനാ
എന്തിനാടി ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? എന്റെ ചെക്കൻ ചത്തോന്നറിയാനോ?